പ്രശാന്ത്, ഇപ്പോൾ വി.ഡി. സതീശൻ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒറ്റ പേര് ഒരു പക്ഷേ വി.ഡി. സതീശൻ്റെതാണോ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ ജയിച്ച MLA-മാരും ഒപ്പം തന്നെ നേരത്തെയുള്ള പ്രവർത്തകരുമൊക്കെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വീട്ടിലെത്തി കാണുന്നതൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. ഇന്നും അത്തരത്തിലുള്ള സാഹചര്യമുണ്ടോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? വി.ഡി. സതീശൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ വി.ഡി. സതീശൻ ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. വാഹനത്തിൽ കയറാൻ പോവുകയാണ്. പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിന്റെ ബസ്സിലൂടെ വി.ഡി. സതീശൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. വി.ഡി. സതീശൻ വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നു. വാഹനം പുറപ്പെടുകയാണ്. വാഹനം പുറപ്പെടാൻ ഒരുങ്ങുന്നു. ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് ഇന്നലെ പറഞ്ഞത് വൈകിയാണ് ഇറങ്ങുന്നതെങ്കിൽ വിമാനമാർഗമായിരിക്കും എത്തുക എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വാഹനത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിൽ, ഈ വാഹനത്തിൽ അദ്ദേഹം ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്കാണ്, ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് എന്നുള്ളതാണ്. വഴിനീളെ ഒരുപക്ഷെ പ്രവർത്തകർ അദ്ദേഹത്തിനെ കാത്തു നിൽക്കാനുള്ള സാഹചര്യം, സ്വീകരണം അല്ലെങ്കിൽ വലിയ തരത്തിൽ അഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ പോവുകയാണ് അദ്ദേഹം. പുറപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ പ്രതീക്ഷയോടെയാണോ തിരുവനന്തപുരം തിരിച്ചെത്തും? എന്താണ് ഏതായാലും പ്രതികരിക്കാതെയാണ് ഒരു തരത്തിൽ, അതായത് ഒരു ചിരി മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ചിരി മാത്രമാണ് വി.ഡി. സതീശൻ ഇപ്പോൾ നൽകി മടങ്ങുന്നത്. വി.ഡി. സതീശൻ കാറിൽ, അതായത് പോലീസ് അകമ്പടിയോടുകൂടി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിർണായകം, ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗത്തിലേക്ക് പങ്കെടുക്കാൻ കൂടിയാണ് വി.ഡി. സതീശൻ പോകുന്നത്. പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു യോഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ അദ്ദേഹം ഇപ്പോൾ ആലുവയിലെ ദേശത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ആദ്യം തീരുമാനിച്ചിരുന്ന യാത്രാ പരിപാടികൾ മാറ്റിയാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഒരു തരത്തിൽ, അതായത് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വി.ഡി. സതീശൻ ഇവിടെ നിന്ന് പുറപ്പെട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇനി അദ്ദേഹത്തിനൊപ്പം പോകുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ നിരവധിയായ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന, അതായത് ഇന്നലെ രാത്രി വൈകി ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അത്രയധികം പ്രവർത്തകരില്ല, എന്നാൽ പോലും നിരവധിയായ പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അവർ എല്ലാം തന്നെ അദ്ദേഹം തിരിച്ചു വരും, മുഖ്യമന്ത്രിയെ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവരെല്ലാവരും ഇപ്പോഴും കാത്തു നിൽക്കുന്നത്. ഏതായാലും പ്രവർത്തകരെല്ലാം തന്നെ വലിയ പ്രതീക്ഷ തന്നെയാണ്. എങ്ങനെയാണ്? തീർച്ചയായും വലിയ പ്രതീക്ഷ തന്നെയാണ്. ഒന്നാം നമ്പർ കാറിൽ ഈ വീട്ടിൽ തിരിച്ചെത്തണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനനായകനായിട്ട് തന്നെ അദ്ദേഹം ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഹൈക്കമാൻഡ് നിങ്ങളുടെ ഒരു പ്രതികരണം? അതായത് MLA-മാർ ഇപ്പോഴും മറുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതൊക്കെയാണ് വാർത്തകളൊക്കെ വരും. ഇല്ല, അതല്ല. കഴിഞ്ഞ 5 വർഷക്കാലം വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് ഈ ഗവൺമെന്റിനെതിരെയുള്ള ഓരോ അഴിമതിയും കൃത്യമായി കൊണ്ടുവന്ന ഒരു നേതാവാണ് ശ്രീ വി.ഡി. സതീശൻ സാർ. അപ്പം അതിൻ്റെ ഒരു കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞാലും ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയിൽ വളരെ കൃത്യമായി ഉറച്ചിരുന്ന ഒരു നേതാവാണ് ശ്രീ സതീശൻ സാർ. അതായത് 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് അറിയാണ്ട് 102 സീറ്റോടുകൂടിയാണ് ഈ UDF ഗവൺമെന്റ് അധികാരം കയറാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് ശ്രീ വി.ഡി. സതീശനോടൊപ്പമാണ്. മുഖ്യമന്ത്രിയെ തിരിച്ചു വരുന്ന പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം 1-ാം നമ്പർ കാറിൽ തിരിച്ചു വരും. കാരണം വെച്ചാൽ ജനവികാരമുണ്ട്. ജനവികാരത്തെ മാറ്റി നിർത്താൻ ആർക്കും സാധിക്കില്ല. അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 102 MLA-മാരുണ്ട്. ആ 102 MLA-മാർ എങ്ങനെ കിട്ടി എന്നുള്ളത് നേതൃത്വം ആലോചിക്കണം. കാരണം ഈ UDF-ന് വോട്ട് ചെയ്തത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ UDF-ന്റെ അച്ചടക്കത്തോടുകൂടി പ്ലാൻ ചെയ്ത് നടത്തിയ ധീരോദാത്തമായ സമരത്തിൻ്റെയും അതുപോലെ പ്രതിഷേധത്തിൻ്റെയും ഫലമായിട്ട് ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്നുകൊണ്ടിരുന്ന ആളുകൾ വരെ ഇത്തവണ UDF-ന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങൾ വരെ ഇത്തവണ UDF ജയിച്ചത്. ആ ജയിക്കാനുള്ള സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അപ്പം അതുകൊണ്ട് ഈ 102 MLA-മാരിൽ
അതിൽ നിന്നും ഒരാളെ തീർച്ചയായിട്ടും നേതാവായിട്ട് തെരഞ്ഞെടുക്കും. അതിൽ ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും എന്തായാലും അംഗീകരിക്കും. അത് പാർട്ടി അംഗീകരിച്ചേ പറ്റുള്ളൂ. അതെന്തായാലും അംഗീകരിക്കും. അത് 100% അംഗീകരിക്കും. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചല്ലോ, ഈ വാഹനത്തിലൊക്കെ തന്നെ സ്റ്റിക്കർ അടിച്ചുകൊണ്ടാണ്, അതായത് വി.ഡി. സതീശൻ ഒരേ ഒരു നിലപാടിന്റെ ഒരേ ഒരു രാജാവ് എന്ന തരത്തിലുള്ള ചില ഫ്ലെക്സുകളൊക്കെ തന്നെ വാഹനത്തിലൊക്കെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സൈഡിൽ CM ലോഡിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ വാഹനത്തിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. CM ലോഡിംഗ് അതായത് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന 1-ാം നമ്പർ കാറിന് സൈഡിലൂടെ വി.ഡി. സതീശൻ നടന്നു വരുന്ന ചിത്രമടക്കം കാറിൽ പതിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിൽ വി.ഡി. സതീശനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധിയായ പ്രവർത്തകരുണ്ട്. അവരെല്ലാം തന്നെ വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് ഇത്തരമൊരു നീക്കത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആശങ്കയ്ക്ക് വകയില്ലെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയായി തന്നെ വി.ഡി. സതീശൻ ഈ വീട്ടിലേക്ക് എറണാകുളം ജില്ലയിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ അവർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അത് അംഗീകരിക്കണം. പാർട്ടി പ്രവർത്തകർ നിലയിൽ, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ നിലയിൽ അത് അംഗീകരിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് വകവയ്ക്കാത്ത കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് മറ്റ് നീക്കങ്ങൾ ഉണ്ടായാൽ അതും അംഗീകരിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തകരുടെ ഒരു മനസ്സ് പരുവപ്പെട്ടു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഏതായാലും അതിശക്തമായൊരു വികാരം വി.ഡി. സതീശന് വേണ്ടി ജനങ്ങൾക്കിടയിൽ, സാധാരണ പ്രവർത്തകർക്കിടയിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വികാരം അനുകൂലമാകും. അത് ഹൈക്കമാൻഡ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത് കേൾക്കേണ്ടവർ അല്ലെങ്കിൽ പറയേണ്ടവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രവർത്തകരെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് കണക്കിലാണെങ്കിൽ ഏകദേശം 11 മണിയോടുകൂടി തന്നെ വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ വഴിയാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ വഴിയരികിലെല്ലാം തന്നെ പ്രവർത്തകർ വലിയ തരത്തിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അദ്ദേഹത്തോടൊപ്പമുള്ളവരെ, അനുയായികളൊക്കെ തന്നെ ഈ വാഹനത്തിന് പിന്നിലായി പുറപ്പെടുവി വെച്ചിട്ടുണ്ട്. അഖില, ഏതായാലും ഈ ഘട്ടത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ വളരെ ചുരുക്കം പ്രവർത്തകർ മാത്രം അല്പസമയത്തിനകം തന്നെ ഇവിടെ മടങ്ങിപ്പോകും. ഒരുപക്ഷെ പ്രഖ്യാപനം വന്നാൽ അനുകൂലമായാലും പ്രതികൂലമായാലും ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയാണ്. ഏതായാലും വി.ഡി. സതീശൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉള്ള ചോദ്യം. നേരത്തെ അവിടെ പ്രവർത്തകരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ 1-ാം നമ്പർ കാറിൽ അദ്ദേഹം ഈ തലസ്ഥാനത്ത് നിന്നും എറണാകുളത്തേക്ക് എത്തുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഒരുപക്ഷെ വി.ഡി. സതീശൻ എന്ന പേരിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയതെങ്കിൽ വലിയ ആഘോഷങ്ങൾ അവിടെ ആലുവ ദേശത്തും ആ പരിസരത്തും ഒപ്പം സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകും. അതല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു പേരിലേക്കാണ് ഹൈക്കമാൻഡ് എത്തുന്നതെങ്കിൽ പ്രതിഷേധങ്ങളും ഒരുപക്ഷെ ഉണ്ടാകും.